വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെ ഉയർന്നതോടെ ഹോട്ടൽ മേഖല കനത്ത പ്രതിസന്ധിയിൽ. വിഭവങ്ങൾക്ക് വില കൂട്ടാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. പ്രതിഷേധം ശക്തമാക്കി മെയ് 6-ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ച് സമരത്തിനിറങ്ങാനാണ് തീരുമാനം. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിച്ചതോടെ ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഒരു സിലിണ്ടറിന് ഏകദേശം 3400 രൂപ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. LPG നിയന്ത്രണങ്ങളും വിലക്കയറ്റവും ചേർന്ന് ഇതിനകം തന്നെ തകർച്ചയിലായിരുന്ന ഹോട്ടൽ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ വില വർധനവ്. എത്ര രൂപ ഇപ്പോൾ ഒരു ഗ്യാസിന് കൊടുക്കുന്നത്? 3400. ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എത്ര രൂപ കൂട്ടി ചായക്കും കടിക്കും? ചായ കടി 12 രൂപയാണ്. നേരത്തെ 10 രൂപയായിരുന്നല്ലേ? ഇനിയിപ്പോ നമ്മള് എന്തിനൊക്കെ വില കൂട്ടും? ദോശ പീസ എല്ലാം വില കൂട്ടും. 10 രൂപ കൂട്ടും. ചായക്കും ചെറുകടികൾക്കും വരെ വില കൂട്ടേണ്ടി വന്നിരിക്കുകയാണ്. 10 രൂപയായിരുന്ന ചായ ഇപ്പോൾ 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. മറ്റു വിഭവങ്ങളുടെയും വില കൂട്ടേണ്ടി വരുമെന്നതാണ് ഹോട്ടൽ ഉടമകളുടെ മുന്നറിയിപ്പ്. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗമായി മെയ് 6-ന് സംസ്ഥാനത്തുടനീളം ഹോട്ടലുകൾ അടച്ചിടും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. മമ്പുറം സ്വദേശി മുനീർ, ഭാര്യ മാതാവ് മുനീറ, 3.5 വയസ്സുകാരൻ മോഹിത് സിദ്വാൻ എന്നിവരാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 4 പേരുടെ പരിക്കും ഗുരുതരമാണ്. കണ്ണൂരിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി ഊട്ടിയിലേക്ക് കാറിൽ സഞ്ചരിച്ച 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാർ എതിരെ വന്ന ലോറിയിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്.